Good morning, dear friends. Once again, welcome back to my channel. Plus 1 Accountancy Improvement എക്സാമിനേഷനായി തീവ്രമായി പഠിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോ സീരീസുകളിൽ 13ാമത്തെ വീഡിയോയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്കൗണ്ടൻസിയുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനായി മുഴുവൻ മാർക്കും നിങ്ങൾക്ക് വാങ്ങുന്നതിന് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ ചാപ്റ്റർ വൈസ് അനാലിസിസ് നടത്തി ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോകളാണിവ. ഇവ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുവാനും ഒപ്പം കമന്റുകൾ നിർദ്ദേശിക്കുവാനും ശ്രദ്ധിക്കുമല്ലോ. ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഡിപ്രീസിയേഷൻ, റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ എന്ന ഭാഗമാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ചാപ്റ്റർ 8 ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ആൻഡ് റിസർവ്സ്. ചാപ്റ്റർ സമ്മറി ആൻഡ് ചാപ്റ്റർ വൈസ് അനാലിസിസ് ഓഫ് പ്രീവിയസ് 10 years ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ചാപ്റ്ററിന്റെ സമ്മറിയും കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സും ചാപ്റ്റർ വൈസ് അനാലിസിസ് നടത്തിയ വീഡിയോകളാണ് ഇവയിൽ ചേർത്തിരിക്കുന്നത്. എന്താണ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ ഈസ് എ പെർമനന്റ്, കണ്ടിന്യൂയിങ് ആൻഡ് ഗ്രാജുവൽ ഫോൾ ഇൻ ദ വാല്യൂ ഓഫ് ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് സ്ഥിരതയുള്ളതും തുടർച്ചയുള്ളതും ക്രമേണ ഒരു ഫിക്സഡ് അസറ്റ്, ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറയുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന വാക്ക് നമ്മൾ ഓർക്കുമ്പോൾ പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്, കാണാൻ പറ്റുന്ന സ്ഥിരതയുള്ള അസറ്റുകളുടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന, ഡിപ്രീസിയേഷന് തേയ്മാനത്തെയാണ് അല്ലെങ്കിൽ വിലയുടെ കുറവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിന്റെയാണ്. ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിന് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സേഴ്സ്, ഇവയൊക്കെയാണ് ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. ഇവയുടെ തേയ്മാനം, ഇവയുടെ വിലയിൽ ഉണ്ടാകാവുന്ന കുറവ്, അതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഈ ഭാഗത്ത് ഓർത്തിരിക്കേണ്ടത്, ഡിപ്രീസിയേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റുകളുടെ വിലയിൽ ഉണ്ടാകാവുന്ന കുറവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. രണ്ടാമതായി നാം ഓർത്തിരിക്കേണ്ടത് അമോർട്ടൈസേഷൻ. Amortization is a continuing and a gradual fall in the value of intangible asset. Depreciation tangible assetന്റെ ആണെങ്കിൽ amortization intangible assetന്റെ ഗ്രാജുവൽ ആയിട്ടുള്ള വിലയിലുണ്ടാകാവുന്ന കുറവിനെയാണ് വിശേഷിപ്പിക്കുന്നത്. അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ വിലയിലുണ്ടാകാവുന്ന കുറവിനെ വിളിക്കുന്ന പേരാണ് അമോർട്ടൈസേഷൻ. ഇൻടാഞ്ചിബിൾ അസറ്റായ ഗുഡ്വിൽ, പേറ്റന്റ്, കോപ്പിറൈറ്റ്, ഇവയിൽ ഉണ്ടാകാവുന്ന വിലയിലുണ്ടാകാവുന്ന കുറവിനെയാണ് അമോർട്ടൈസേഷൻ എന്ന് വിശേഷിപ്പിക്കുക. അപ്പൊ അമോർട്ടൈസേഷൻ എന്ന വാക്ക് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുമ്പോൾ അതിന്റെ കൂടെ വരേണ്ട ഒരു വാക്കാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഡിപ്രീസിയേഷൻ ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിന്റെ ആണെങ്കിൽ അമോർട്ടൈസേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിന്റെയാണ്. മൂന്നാമതായി പറയുന്നത് depletion. Depletion is the continuing and a gradual fall in the value of extractive industries. ഖനനം പോലെയുള്ള
മൈൻസും ക്വാറികളിലും ഒക്കെ നടക്കുന്ന ഖനനം പോലെയുള്ള പ്രോസസ്സ് നടക്കുമ്പോൾ അവയിൽ ഉണ്ടാകാവുന്ന വിലയിലുണ്ടെന്ന കുറവിനെയാണ് ഡിപ്ലീഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ 3 വാക്കുകളും നമ്മൾ ഓർത്തിരിക്കുക. ഏതെല്ലാം തരം അസറ്റുകളുടെയാണ് വിലയിലുണ്ടാകാവുന്ന കുറവിനെയാണ് ഈ പേരുകളിൽ അറിയപ്പെടുന്നത് എന്ന് പ്രത്യേകം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഇത് എ പാർട്ടിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. But depletion is the continuing and a gradual fall in the value of extractive industries. Examples: mines and quarries. മൈനിലോ ഖനികളിലോ പാറമടകളിലോ ഒക്കെ അസറ്റുകളുടെ ഉപയോഗം മൂലം അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു പോകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. റീസൺ ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? 4 കാരണങ്ങളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. 1 വെയർ ആൻഡ് ടയർ, 2 എക്സ്പയറി ഓഫ് ടൈം, 3 ഒബ്സലീസൻസ്, 4 ആക്സിഡന്റ്. അപ്പം ഉപയോഗം മൂലം അതിന്റെ വാല്യൂയിൽ ഉണ്ടാകാവുന്ന കുറവുകൾ ഡിപ്രീസിയേഷന് കാരണമാകുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ഉപയോഗം മൂലമോ അതിന്റെ ഉപയോഗം ഇല്ലാഴിക മൂലമോ അതിന്റെ വാല്യൂവിൽ ഉണ്ടാകാവുന്ന മൂല്യത്തിൽ ഉണ്ടാകാവുന്ന കുറവാണ് എന്നാ പറയുന്നത്. അപ്പൊ ആ ഡിപ്രീസിയേഷന് കാരണമാകുന്ന സമയം, കാലാവധി കഴിഞ്ഞു പോയവ, എക്സ്പയറി ഓഫ് ടൈം. അപകടം സംഭവിച്ച വസ്തുക്കളാണെങ്കിൽ അതിന് പഴയ വാല്യൂ കിട്ടുകയില്ല. ഉപയോഗശൂന്യമായവയാണെങ്കിൽ വാല്യൂ കിട്ടുകയില്ല. അങ്ങനെ വരുന്നവയെല്ലാമാണ് ഡിപ്രീസിയേഷന് കാരണമായി വരുന്നത് എന്ന് പറയുന്നത്. ഈ 4 കാരണങ്ങളാണ്. 1 വെയർ ആൻഡ് ടയർ, 2 എക്സ്പയറി ഓഫ് ടൈം, ഒബ്സലീസൻസ് ആൻഡ് ആക്സിഡന്റ്. ഈ 4 പേരുകളും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ഡിപ്രീസിയേഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന് ധാരാളം മെത്തേഡ് ഉണ്ടെങ്കിലും 2 മെത്തേഡുകളാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. 1 സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അഥവാ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് അഥവാ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. ഒരേ പേരിൽ 3 പേരിൽ ഒരു കാര്യം അറിയപ്പെടും. 1 സ്ട്രെയിറ്റ് ലൈൻ, 2 ഒറിജിനൽ കോസ്റ്റ് ആൻഡ് 3 ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ്. 3 പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അഥവാ ഒറിജിനൽ കോസ്റ്റ് അഥവാ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിലാണെങ്കിൽ ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും സ്ഥിരമായിരിക്കും. ഡിപ്രീസിയേഷൻ റിമൈൻ സെയിം. ഡിപ്രീസിയേഷൻ സ്ഥിരമായിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. രണ്ടാമത്തെ ഭാഗം ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അഥവാ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അഥവാ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിനെ WDV മെത്തേഡ് എന്നും പറയാറുണ്ട്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിനെ WDV മെത്തേഡ് എന്നും വിളിക്കാറുണ്ട്. അപ്പൊ ഡിപ്രീസിയേഷൻ ഗോസ് ഓൺ റെഡ്യൂസിങ് ഇയർ ടു ഇയർ. ഓരോ വർഷവും ഡിപ്രീസിയേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അസറ്റിന്റെ വില കുറയുന്നതനുസരിച്ച് ഡിപ്രീസിയേഷനും കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അഥവാ WDV അഥവാ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിന്റെ പ്രത്യേകത. അതേസമയം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും സ്ഥിരമായിരിക്കും. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണെങ്കിൽ അസറ്റിന്റെ വില കുറയുന്നതനുസരിച്ച് ഡിപ്രീസിയേഷനും കുറഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസ്. തിയറി ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണിത്. ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ് ആൻഡ് പ്രൊവിഷൻ. റിസർവും പ്രൊവിഷനുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റിസർവ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ നിന്ന് ആദേശം ചെയ്യുന്നവയാണ് റിസർവ് എന്ന് പറയുന്നത്. എന്നാൽ പ്രൊവിഷനോ, പ്രൊവിഷൻ ചാർജ് ഓൺ പ്രോഫിറ്റ്. പ്രോഫിറ്റിന് മേൽ ചാർജ് ചെയ്യപ്പെടുന്നതാണ് ഡിപ്രീസിയേഷൻ. റിസർവ് അപ്രോപ്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊവിഷൻ ചാർജ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. റിസർവിന്റെ ഉദ്ദേശം ഫോർ മീറ്റിംഗ് അൺനോൺ ലയബിലിറ്റി അറിയപ്പെടാത്ത ബാധ്യതകൾ തീർക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. മുൻകൂട്ടി അറിയപ്പെടാത്ത എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടാവുകയാണെങ്കിൽ അവ തീർക്കുന്നതിനായിട്ട് റിസർവ് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഫോർ മീറ്റിംഗ് നോൺ ലയബിലിറ്റി പ്രൊവിഷന്റെ ഉദ്ദേശം അറിയാവുന്ന എന്ത് കാര്യത്തിനാണോ
പ്രൊവിഷൻ നീക്കിവെക്കപ്പെട്ടിരിക്കുന്നത് ആ ബാധ്യത മാത്രം തീർക്കാനേ ഉപയോഗിക്കാവൂ. നോൺ ലയബിലിറ്റി അറിയപ്പെടുന്നവ ഉദ്ദേശം എന്താണ് ആ ഉദ്ദേശത്തിന് മാത്രം ഉപയോഗിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. റിസർവിന്റെ മൂന്നാമത്തെ ഉപയോഗം ഇൻക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ. റിസർവ് വർക്കിംഗ് ക്യാപിറ്റലിനെ ഇൻക്രീസ് പ്രവർത്തന മൂലധനം കൂട്ടുന്നതിനായി സഹായിക്കുന്നു. എന്നാൽ പ്രൊവിഷന് മീറ്റിംഗ് ആൻഡ് ആന്റിസിപ്പേറ്റഡ് ലോസ് ഓർ ലയബിലിറ്റി. പ്രൊവിഷന്റെ ഉദ്ദേശം അപ്രതീക്ഷിത നഷ്ടങ്ങളും ബാധ്യതകളെയും തീർക്കാനായിട്ട് പ്രൊവിഷൻ ഉപയോഗിക്കാം. അപ്രതീക്ഷിതം പ്രതീക്ഷിത ആന്റിസിപ്പേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രതീക്ഷിത നഷ്ടങ്ങളെയും ബാധ്യതകളെയും തീർക്കാനായിട്ട് പ്രൊവിഷൻ ഉപയോഗിക്കാം. സാധാരണ നമ്മൾ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് സാധ്യതയുണ്ട്. ബിസിനസ്സിൽ എപ്പോഴും സാധ്യതയുള്ളതാണ്. ബാഡ് ഡെറ്റിന് സാധ്യതയുണ്ട് എന്ന് കരുതി വേണം ഒരു ബിസിനസ്സുകാരൻ മുന്നോട്ട് പോകാൻ. അത്തരം ആന്റിസിപ്പേറ്റഡ് ലോസോ ലയബിലിറ്റിയോ ഉണ്ടായാൽ അവയെ ട്രീറ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത് പ്രൊവിഷൻ. റിസർവ് ഈസ് നോട്ട് എ കമ്പൽസറി. നിർബന്ധിതമല്ല. എന്നാൽ പ്രൊവിഷൻ നിർബന്ധിതമാണ്. പ്രൊവിഷൻ ഈസ് കമ്പൽസറി. shown on the reserve shown on the liability side of the balance sheet. റിസർവ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണപ്പെടുന്നതാണ്. റിസർവ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണും. എന്നാൽ പ്രൊവിഷനോ യൂഷ്വലി ഡിഡക്റ്റഡ് ഫ്രം ദ അസറ്റ്. അസറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നവയാണ്. പ്രൊവിഷൻ അസറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നവയാണ്. റിസർവ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് കാണപ്പെടുന്നത്. ഇത് പഠിച്ചിരിക്കണം. ഇത് കൂടുതൽ ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് ഡിഫറൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ റിസർവ് ആൻഡ് ക്യാപിറ്റൽ റിസർവ്. റവന്യൂ റിസർവ് ആൻഡ് ക്യാപിറ്റൽ റിസർവ്. റവന്യൂ റിസർവുകളും ക്യാപിറ്റൽ റിസർവുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ബിസിനസ് പ്രോഫിറ്റ്. റവന്യൂ റിസർവ് രൂപീകരിക്കുന്നത് ബിസിനസിന്റെ സാധാരണ കിട്ടുന്ന ലാഭത്തിൽ നിന്നുമാണ്. ബിസിനസിന്റെ പ്രവർത്തന ലാഭത്തിൽ നിന്നുമാണ് റവന്യൂ റിസർവ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് മൂലധന ലാഭത്തിൽ നിന്നുമാണ്. അതായത് അസറ്റ് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോഴുണ്ടാകാവുന്ന ലാഭത്തിൽ നിന്നുമാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. അടുത്തതായിട്ട് പറയുന്നത് റവന്യൂ റിസർവ് യൂട്ടിലൈസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. റവന്യൂ റിസർവ് ഉപയോഗിക്കുന്നത് ലാഭവിഹിതം വിതരണം ചെയ്യാൻ ഉപയോഗിക്കുന്നു. റവന്യൂ റിസർവ് ഉപയോഗിക്കുന്നത് ലാഭവിഹിതം വിതരണം ചെയ്യാൻ ഉപയോഗിക്കാം. ക്യാപിറ്റൽ റിസർവുകൾ ഉപയോഗിക്കുന്നത് ലാഭവിഹിതം വിതരണം ചെയ്യാൻ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ക്യാപിറ്റൽ റിസർവുകൾ ലാഭവിഹിതം വിതരണം ചെയ്യാൻ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. മൂന്നാമത്തെ റവന്യൂ റിസർവിന്റെ മൂന്നാമത്തെ പ്രത്യേകത ക്രിയേറ്റഡ് ഫോർ സ്ട്രെങ്തനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് സഹായിക്കുന്നു. റവന്യൂ റിസർവിന്റെ ഉപയോഗം ഫിനാൻഷ്യൽ പൊസിഷൻ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. ക്യാപിറ്റൽ റിസർവിന്റെ ഉപയോഗം ക്രിയേറ്റഡ് ഫോർ മീറ്റിംഗ് ക്യാപിറ്റൽ ലോസ്. മൂലധന നഷ്ടങ്ങൾ മീറ്റ് ചെയ്യുന്നതിനായിട്ട്, മൂലധന നഷ്ടങ്ങൾ നേരിടുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. എന്താണ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഇക്വേഷൻ എന്താണ്, സമവാക്യം എന്താണെന്നാണ് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ്. അതായത് ഒരു വസ്തുവിന്റെ അതിന്റെ വില, ഒരുപക്ഷെ ആ സാധനം വാങ്ങാൻ ഉപയോഗിക്കുന്ന അതിന്റെ വിലയും അതിനു വേണ്ടി വരുന്ന ചെലവുകളെല്ലാം അതിനോടൊപ്പം കൂട്ടണം. ഉദാഹരണമായി ഒറിജിനൽ കോസ്റ്റിനോടൊപ്പം അതിന്റെ ഇൻസ്റ്റലേഷൻ ചാർജും അതിന്റെ ട്രാവലിംഗ് എക്സ്പെൻസും അതിന്റെ ട്രാൻസ്പോർട്ടേഷനും മറ്റ് ചാർജുകളും അതിനോടൊപ്പം കൂട്ടുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ കോസ്റ്റ് നമുക്ക് ലഭിക്കുന്നത്. ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ആ മെഷീനറി ആണെങ്കിൽ ആ മെഷീനറി വാങ്ങാൻ വേണ്ടി വരുന്ന ചെലവെല്ലാം
അതിന്റെ വാല്യൂവിനോടൊപ്പം ആഡ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗശൂന്യമായി കഴിയുമ്പോൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന വിലയാണ് സ്ക്രാപ്പ് വാല്യൂ. ഈ വസ്തു ഉപയോഗശൂന്യമായി വിൽക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന തുകയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് വിശേഷിപ്പിക്കുന്ന. ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ വർക്കിംഗ് ലൈഫ്. ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ വർക്കിംഗ് ലൈഫ്. അതിന്റെ പ്രവർത്തന കാലയളവ്, എത്ര നാൾ ഈ മെഷീനറി പ്രവർത്തിക്കും, അതിന്റെ ലൈഫ് എത്ര നാൾ ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ വർക്കിംഗ് ലൈഫ് എന്നുള്ളതാണ്. ഇനി റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ, ഈ കണ്ടുപിടിക്കപ്പെട്ട ഡിപ്രീസിയേഷന്റെ ശതമാനം കണ്ടെത്തുവാനുള്ള ഇക്വേഷൻ ആണ്. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഇൻറ്റു എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ, അതായത് ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ആനുവൽ ഡിപ്രീസിയേഷൻ എത്രയാണോ കണ്ടുകിട്ടിയത് ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ഇൻറ്റു 100. ആനുവൽ ഡിപ്രീസിയേഷൻ അതായത് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ഇൻറ്റു 100 എന്നുള്ളതാണ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാണുന്നതിന് ഉപയോഗിക്കുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആൻഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഡിപ്രീസിയേഷന് രണ്ട് മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന്, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് സെയിം ഇയർ. എല്ലാ വർഷത്തെയും ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് സ്ഥിരതയുള്ളതായിരിക്കും. എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് സെയിം എവരി ഇയർ. എല്ലാ വർഷവും ഒരേ എമൗണ്ട് തന്നെയായിരിക്കും ഡിപ്രീസിയേഷന്റെ എമൗണ്ട്. അതേസമയം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പറയും ചില വർഷങ്ങളിൽ വ്യത്യാസം കാണുന്നു എന്ന് പറയുമ്പോൾ അത് ഹാഫ് ഇയർലി ആയിരിക്കുമ്പോഴാണ് വ്യത്യാസം വരുന്നത്. ഒരു വർഷത്തെ ഫുൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഒരേ എമൗണ്ട് തന്നെയായിരിക്കും. വർഷത്തിന്റെ ഇടയ്ക്ക് വെച്ചാണ് മെഷീനറി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ പകുതി വർഷത്തിന്റെ ഡിപ്രീസിയേഷൻ ചിലപ്പോൾ കാണേണ്ടി വരുമ്പോൾ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് വ്യത്യാസപ്പെടാം. ഓക്കെ, എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് സെയിം എവറി ഇയർ. സെക്കൻഡ് വൺ പറയുന്നത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. എമൗണ്ട് ഗോസ് ഓൺ റെഡ്യൂസിംഗ് ഇയർ ആഫ്റ്റർ ഇയർ. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അനുസരിച്ച് ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അസറ്റിന്റെ വാല്യൂ കുറയുന്നതനുസരിച്ച് ഡിപ്രീസിയേഷനും കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അടുത്തത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഒറിജിനൽ കോസ്റ്റ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അസറ്റിന്റെ ഒറിജിനൽ വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ റെഡ്യൂസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്. അസറ്റിന്റെ വില കുറയുന്നതനുസരിച്ച് ഡിപ്രീസിയേഷനും കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അടുത്ത ഭാഗത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവയുടെ ആൻസേഴ്സുമാണ്. ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. 2010 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. അണ്ടർ ഡാഷ് മെത്തേഡ് ഡിപ്രീസിയേഷൻ റിമൈൻസ് ദ സെയിം ഫ്രം ഇയർ ടു ഇയർ. ഡിപ്രീസിയേഷൻ സ്ഥിരമായി മാത്രം മുന്നോട്ട് പോകുന്ന ഏത് മെത്തേഡ് അനുസരിച്ചാണ്? അത് മാർച്ച് 2010 ചോദ്യം തന്നെയാണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ എല്ലായ്പ്പോഴും സ്ഥിരമായിരിക്കും. അണ്ടർ ഡാഷ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഗോസ് ഓൺ റെഡ്യൂസിംഗ് ഫ്രം ഇയർ ടു ഇയർ. ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും കുറഞ്ഞു വരികയാണെങ്കിൽ അത് ഏത് മെത്തേഡ് ആയിരിക്കും? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആയിരിക്കും. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ അസറ്റിന്റെ വില കുറയുന്നതനുസരിച്ച് ഡിപ്രീസിയേഷനും കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അടുത്തത് വൈൽ കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ ഡാഷ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ ടോട്ടൽ കോസ്റ്റ്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് കുറയ്ക്കുന്ന ഐറ്റം ഏതാണ്? ഏത് ഐറ്റമാണ് ടോട്ടൽ കോസ്റ്റിൽ നിന്ന് കുറയ്ക്കുന്നത്? സ്ക്രാപ്പ് വാല്യൂ. ഉപയോഗശൂന്യമാകുമ്പോൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന വിലയാണ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ കുറയ്ക്കുമ്പോഴാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. മാർച്ച് 2011 ചോദ്യമാണിത്. വീണ്ടും മാർച്ച് 2011 റിസർവ് ഈസ് എ ഡാഷ് ഓഫ് പ്രോഫിറ്റ്. റിസർവ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രൊവിഷൻ ഈസ് ചാർജ്ഡ് ഓൺ പ്രോഫിറ്റ്. റിസർവ് എന്ന് പറയുന്നത് പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷൻ ആണ്. 2011 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ഈസ് ഡാഷ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. മെഷീനറി വിറ്റപ്പോൾ ലാഭം കിട്ടിയത് മൂലധന ലാഭമാണ്, ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. മാർച്ച് 2012 ചോദിച്ച ചോദ്യമാണ്.
ഗ്രാനൈറ്റ് ക്വാറി ഈസ് an എക്സാമ്പിൾ ഓഫ് ഡാഷ് അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്. ഗ്രാനൈറ്റ് ക്വാറി എന്ന് പറയുന്നത് ഏത് അസറ്റിന് ഉദാഹരണമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2013 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. വേസ്റ്റിംഗ് അസറ്റിന് ഉദാഹരണമാണ്. അടുത്തത്, ഇൻട്രൊഡക്ഷൻ ഓഫ് എ ലേറ്റസ്റ്റ് ടെക്നോളജീസ് മേ ബി വൺ ഓഫ് ദി കോസ് ഓഫ് ഡാഷ്. മാർച്ച് 2010 പുതിയൊരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കാലഹരണപ്പെടുന്നതിനെ വിളിക്കുന്ന പേര് ഒബ്സലീസൻസ് എന്നാണ്. പുതിയൊരു ടെക്നോളജി, കമ്പ്യൂട്ടറിന്റെ വരവോടുകൂടി ഒത്തിരിയേറെ വസ്തുക്കൾ കാലഹരണപ്പെട്ടു. ടൈപ്പ് റൈറ്റർ കാലഹരണപ്പെട്ടു പോയി, അപ്പോൾ അതേ വിളിക്കുന്ന. മൊബൈലിന്റെ വരവോടുകൂടി പല ഇതും കാലഹരണപ്പെട്ടു പോയി. ടെലഫോൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാലഹരണപ്പെട്ടു. ലാൻഡ് ലൈൻ കണക്ഷനുകളെ കാലഹരണപ്പെട്ടു പോയ പോലെയായി. അപ്പൊ അവർക്ക് ഒബ്സലീസൻസ് എന്ന് പറയും. മാർച്ച് 2014 ചോദിച്ച ചോദ്യമാണ്. എറക്ഷൻ ചാർജസ് ഓഫ് എ മെഷീനറി ഈസ് ഡെബിറ്റഡ് ടു മെഷീനറി അക്കൗണ്ട്. മെഷീനറിയുടെ ഫിറ്റിംഗ് ചാർജ് അല്ലെ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറയുന്നത് മെഷീനറി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. അത് മാർച്ച് 2014 ചോദിച്ച ചോദ്യമാണ്. അടുത്തത്, റൈറ്റിംഗ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ കോസ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് അമോർട്ടൈസേഷൻ. മാർച്ച് 2017 ചോദിച്ച ചോദ്യമാണ്. പർപ്പസ് ഓഫ് പ്രൊവിഷൻ ഈസ് ടു മീറ്റ് ഡാഷ്. പ്രൊവിഷന്റെ ഉദ്ദേശം എന്താണ്? ലയബിലിറ്റി, നോൺ ലയബിലിറ്റി, അറിയപ്പെടുന്ന ബാധ്യതകൾ വീട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം. 2015 സേ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. 4 മാർക്കിന്റെ വലിയ മാർക്കുകളുടെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ മാർക്കുകളുള്ള ചോദ്യം, ഡിപ്രീസിയേഷന്റെ ചോദ്യം ഉറപ്പായിട്ടും വരുന്ന 100% ഉറപ്പുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം കൃത്യമായി മനഃപ്പാഠമാക്കി കൃത്യമായി പഠിച്ച് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ, വീഡിയോ കണ്ട് ചെയ്തു പഠിക്കുമെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ഡിപ്രീസിയേഷൻ എന്ന ചാപ്റ്ററിലെയും അക്കൗണ്ടൻസിക്കും മുഴുവൻ മാർക്കും വാങ്ങി പാസ്സാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. Given below, the transaction is relating to purchase and sale of vehicle by tour operator for the purpose. താഴെ തന്നിരിക്കുന്ന ഇടപാടുകൾ ഒരു അസറ്റ് വെഹിക്കിൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു ടൂർ ഓപ്പറേറ്ററുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. 1/1/2010 1/1/2010 purchase of vehicle rupees 2 lakhs. The firm has employed written down value method for calculating depreciation. The rate being 10% and the accounting year ends on 31st December every year. 31st December എല്ലാ വർഷത്തിന്റെയും ഡിസംബർ 31 അക്കൗണ്ടിംഗ് ഇയർ അവസാനിക്കുന്നത്. 1/1/2010 ഈ പുതിയ വെഹിക്കിൾ മേടിക്കുന്നത്. 2 ലക്ഷം രൂപ വിലയുള്ള ഒരു വെഹിക്കിൾ വാങ്ങിക്കുന്നത്. ഫേം റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. 10% ഡിപ്രീസിയേഷന്റെ നിരക്ക്. എല്ലാ വർഷത്തിന്റെയും ഡിസംബർ 31 അക്കൗണ്ടിംഗ് ഇയർ അവസാനിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെഹിക്കിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ 3 വർഷത്തെ വെഹിക്കിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2015 സേ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. 4 മാർക്കിന്റെ ചോദ്യമാണ്. വെഹിക്കിൾ അക്കൗണ്ട്, ഹെഡിങ് വെഹിക്കിൾ അക്കൗണ്ട്. അതിന്റെ 1/1/2010 നമ്മൾ വാങ്ങുകയാണ്. അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഡേറ്റ് കോളം വേണം, പർട്ടിക്കുലേഴ്സ് കോളം വേണം, എമൗണ്ട് കോളം വേണം. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഡെബിറ്റ് സൈഡിലും ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലും വേണം. ഡേറ്റിന് പ്രാധാന്യമുണ്ട്, അതുകൊണ്ടാണ് ഡേറ്റ് കോളവും വേണം എന്ന് പറയുന്നത്. 1/1/2010 ടു ക്യാഷ് മെഷീനറി വാങ്ങിയതാണ്. ടു ക്യാഷ്. ഇപ്പൊ ജേണൽ എൻട്രി ഉണ്ടാകുന്നത് മെഷീനറി വാങ്ങുമ്പോൾ മെഷീനറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. മെഷീനറി അക്കൗണ്ടിൽ അതുകൊണ്ട് ടു ക്യാഷ് എന്ന് എഴുതി 2 ലക്ഷം രൂപ. ആ വർഷത്തിന്റെ അവസാനം എല്ലാ വർഷവും ഡിസംബർ 31 ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. 1/1/2010 വാങ്ങിയതുകൊണ്ട് ആ വർഷത്തിന്റെ അവസാനം 31/12/2010 ഡിപ്രീസിയേഷൻ ബൈ ഡിപ്രീസിയേഷൻ 2 ലക്ഷം ഇൻറ്റു 10/100. ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ 20,000 രൂപ. ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ് ഫോളോ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 20,000 രൂപ ഡിപ്രീസിയേഷൻ വന്നു. അക്കൗണ്ട് ബാലൻസ് ചെയ്യുകയാണ്. ഡെബിറ്റ് സൈഡിൽ കൂടുതൽ 2 ലക്ഷം, ആ എമൗണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന 2 ലക്ഷം. അതിൽ നിന്ന് 20,000 മൈനസ് ചെയ്യുമ്പോൾ 1,80,000 എന്ന് കിട്ടി. അതാണ് ബാലൻസ് ക്യാരി ഡൗൺ. സെയിം ഡേറ്റിൽ 31/12/2010 ബൈ ബാലൻസ് ക്യാരി ഡൗൺ 1,80,000 രൂപ. അത് പിറ്റേ ദിവസത്തേക്ക് ബ്രോഡ് ഡൗൺ ആവുന്നു. 1/1/2011 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 1,80,000 രൂപ. ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. ആ വർഷത്തിന്റെ അവസാനം 31/12/2011 ബൈ ഡിപ്രീസിയേഷൻ 18,000 ഇൻറ്റു 10/100. 1,80,000 ഇൻറ്റു 10/100
1,80,000 ആയിരുന്നു ബ്രോ ഡൗൺ ആയത്. അതിന്റെ ഡിപ്രീസിയേഷൻ കാണുന്നു 1,80,000 ഇൻറ്റു 10/100. ഡിപ്രീസിയേഷൻ എമൗണ്ട് 18,000 രൂപ. അക്കൗണ്ട് വീണ്ടും ബാലൻസ് ചെയ്യാണ്. ഡെബിറ്റ് സൈഡിൽ തന്നെയാണ് കൂടുതൽ 1,80,000. അത് തന്നെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു 1,80,000. അതിൽ നിന്ന് 18,000 കുറച്ചപ്പോൾ 1,62,000 എന്ന് നമുക്ക് ലഭിച്ചു. 1,62,000 ബാലൻസ് ക്യാരി ഡൗൺ. അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പിറ്റേ ദിവസം ബ്രോ ഡൗൺ ചെയ്യുന്നു. ഡെബിറ്റ് സൈഡിൽ 1/1/2012 ടു ബാലൻസ് ബ്രോ ഡൗൺ 1,62,000 രൂപ. ഡിപ്രീസിയേഷൻ ആ വർഷത്തെയും കാൽക്കുലേറ്റ് ചെയ്യുന്നു. 31/12/2012 1,62,000 ഇൻറ്റു 10/100. ഡിപ്രീസിയേഷൻ 16,200. ആ വർഷവും അക്കൗണ്ട് ബാലൻസ് ചെയ്യാണ്. 1,62,000 1,62,000 അതിൽ നിന്ന് 16,200 കുറയ്ക്കുമ്പോൾ 1,45,800 രൂപ എന്ന് കിട്ടും. ഇതാണ് മെഷീനറിയുടെ ക്ലോസിംഗ് ബാലൻസ്. 3 വർഷത്തെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനെന്ന് പറഞ്ഞ് 1 വർഷമായി 2 വർഷമായി 3 വർഷം. 3 വർഷം അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ 1,45,800. അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ഡേറ്റ് 1/1/2013 ഈ എമൗണ്ട് ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അടുത്ത അക്കൗണ്ട് ചോദ്യത്തിലേക്ക് കടക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഓൺ 1st July 2012 എ ഫേം പർച്ചേസ്ഡ് എ പ്ലാന്റ് വർത്ത് ₹40,000. ജൂലൈ 1 2012 ഒരു സ്ഥാപനം ഒരു പ്ലാന്റ് വാങ്ങുകയുണ്ടായി. അതിന്റെ വില 40,000 രൂപയാണ്. The firm writes of depreciation at 10% of original cost. ഫേം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന 10% ഒറിജിനൽ കോസ്റ്റ് മെത്തേഡിലാണ്. ഇത് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ഓൺ 31st December എവരി ഇയർ. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് എല്ലാ വർഷവും 31 ഡിസംബറിലാണ്. ഇഫ് ദ പ്ലാന്റ് ഈസ് സോൾഡ്, ആ പ്ലാന്റ് വിറ്റു 35,000 രൂപയ്ക്ക് 1 ജൂലൈ 2013. ജൂലൈ 1 2013 ആ മെഷീനറി വിറ്റു, പ്ലാന്റ് വിറ്റു. പ്രിപ്പയർ ദ പ്ലാന്റ് അക്കൗണ്ട് അപ് ടു ദിസ് ഡേറ്റ്. ഈ ഡേറ്റ് വരെയുള്ള പ്ലാന്റ് അക്കൗണ്ട് വരയ്ക്കാം. മാർച്ച് 2015 5 മാർക്കിന്റെ ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓൺ 1st July 2012 ഫേം വർത്ത് 40,000 രൂപയുടെ ഒരു അസറ്റ് വാങ്ങി, പ്ലാന്റ് വാങ്ങി. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒറിജിനൽ കോസ്റ്റ് മെത്തേഡാണ്. 10% ഡിപ്രീസിയേഷൻ. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന എല്ലാ വർഷവും ഡിസംബർ 31 പ്ലാന്റ് 1 വർഷം ഉപയോഗിച്ചതിന് ശേഷം 1st July 2013 35,000 രൂപയ്ക്ക് വിറ്റു. പ്ലാന്റ് അക്കൗണ്ട് വരയ്ക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലാന്റ് അക്കൗണ്ട് ഓർ മെഷീനറി അക്കൗണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് മെഷീനറി അക്കൗണ്ട് എന്നോ അല്ലെ പ്ലാന്റ് അക്കൗണ്ട് എന്നോ ഉപയോഗിക്കാം. ഹെഡിങ് പ്ലാന്റ് അക്കൗണ്ട് ഓർ മെഷീനറി അക്കൗണ്ട് കിടക്കുകയാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. 1/7/2012 മെഷീനറി മേടിക്കുക. 1st July 2012 1/7/2012 ടു ക്യാഷ് 40,000 രൂപ. ഇവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബൈ 31/12 എല്ലാ വർഷവും ഡിസംബർ 31 അക്കൗണ്ട് ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ബൈ ഡിപ്രീസിയേഷൻ 40,000 ഇൻറ്റു 10/100. 10% 10/100. പിന്നെ ഈ ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെ 6 മാസമേ ഉള്ളൂ. 7ാം മാസം മുതൽ 12ാം മാസം, 7ാം മാസം, 8ാം മാസം, 9ാം മാസം, 10ാം മാസം, 11, 12 മാസം, 6 മാസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് 6 മാസത്തെ ഡിപ്രീസിയേഷനെ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ 6 മാസത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 2,000 രൂപയാണ്. 2,000 രൂപ നമ്മളിവിടെ എഴുതി. അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യുകയാണ്. 40,000 രൂപ ഇവിടെ എഴുതി. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് എഴുതി 38,000 രൂപ കിട്ടി. 38,000 നമ്മൾ അടുത്ത വർഷത്തേക്ക് ഓപ്പൺ ചെയ്ത സമയത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്തു. 1/1/2013 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 38,000 രൂപ. ഇനിയും ഈ വർഷം മെഷീനറി വിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഡേറ്റിലേക്ക് പോവുകയാണ്. 30/6/2013 മെഷീനറി വിൽക്കുകയാണ്. അപ്പോൾ ഈ ഡേറ്റ് മുതൽ ഈ 30/6 വരെയുള്ള ഡിപ്രീസിയേഷനൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. ബൈ ഡിപ്രീസിയേഷൻ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് ഡിപ്രീസിയേഷൻ അസറ്റിന്റെ ഒറിജിനൽ വാല്യൂവിൻ്റെയാണ് കാണുന്നത്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആയിരുന്നുവെങ്കിൽ ഈ 38,000 കണ്ടേനെ. ഇവിടെ ഡിമിനിഷിംഗ് ബാലൻസ് എന്നല്ല പറഞ്ഞ ഒറിജിനൽ കോസ്റ്റ് എന്നാണ് പറഞ്ഞതുകൊണ്ട് ഈ 40,000 രൂപയുടെ തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ 40,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 2,000 രൂപ ഡിപ്രീസിയേഷൻ കണ്ടു. എന്നിട്ട് ഈ മെഷീനറി വിൽക്കുന്നത് 35,000 രൂപയ്ക്കാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വർക്കിംഗ് നോട്ടൂടെ കാണണം. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ്. ഈ മെഷീനറി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ വിറ്റതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്ന് പറയുന്നു. വാല്യൂ ഓഫ് പ്ലാന്റ് 1/7/2012 പ്ലാന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 40,000 രൂപ. നമ്മൾ വാങ്ങിയ സമയത്തെ വാല്യൂ. അതിനകത്തുനിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു. 1/7 മുതൽ 31/12 വരെയുള്ള ഡിപ്രീസിയേഷൻ 2,000 രൂപ. അത് കുറച്ചപ്പോൾ 38,000 രൂപ കിട്ടി. വീണ്ടും നമ്മൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കുകയാണ്. 1/3/2013 മുതൽ 30/6/2013 വരെ 2,000 രൂപ ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. അതും കുറച്ചു.
കുറച്ചപ്പോൾ 36,000 രൂപ കിട്ടി. ഇപ്പോൾ 36,000 രൂപയ്ക്ക് മിനിമം ലാഭത്തിലാണ് വിൽക്കുവാണെങ്കിൽ ലാഭവും നഷ്ടവും ഇല്ലാതിരിക്കണമെങ്കിൽ 36,000 രൂപയ്ക്ക് വിൽക്കണമായിരുന്നു. പക്ഷെ നമ്മൾ വിറ്റതോ 35,000 രൂപയ്ക്കാണ് വിറ്റത്. 36,000 രൂപയ്ക്ക് വിറ്റാൽ ലാഭവും നഷ്ടവും ഒന്നും ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ 35,000 രൂപയ്ക്ക് വിറ്റപ്പോൾ 1,000 രൂപ നഷ്ടമുണ്ടായി. അതാണ് ഇവിടെ ആ കാൽക്കുലേഷനാണ്. ഈ കാൽക്കുലേഷൻ ഓർത്തിരിക്കുക. ആദ്യം വാങ്ങിയ അസറ്റിന്റെ വില, അതിൽ നിന്ന് ആദ്യത്തെ ഡിപ്രീസിയേഷൻ, പിന്നെ രണ്ടാമത്തെ ഡിപ്രീസിയേഷനും കുറച്ചു. അപ്പോൾ മിച്ചം കിട്ടിയ തുക വിൽപ്പന വിലയുമായി കമ്പയർ ചെയ്തു. വിൽപ്പന വില കൂടുതലായിരുന്നെങ്കിൽ ലാഭമായിരുന്നേനെ. വിൽപ്പന വില നമുക്ക് അസറ്റിന്റെ വിലയേക്കാൾ കുറഞ്ഞു പോയതിനാൽ നഷ്ടമായി, 1,000 രൂപ നഷ്ടമായി. അപ്പോൾ ഇനിയും നമുക്ക് ആ വന്ന നഷ്ടം വിറ്റപ്പോൾ കിട്ടിയ ക്യാഷാണ്. ബൈ ക്യാഷ് 35,000 എന്ന് കാണിച്ചിരിക്കുന്നത്. ഉണ്ടായ നഷ്ടമാണ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കാണിച്ചിരിക്കുന്ന ബ്രാക്കറ്റിൽ ലോസ് ഓൺ സെയിൽ 1,000 രൂപ. ഇനി മെഷീനറി അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ടാലി ആയി പോകും, രണ്ട് സൈഡ് ഒരുപോലെ ആയി പോകുന്നതാണ് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ജോണി ആൻഡ് കമ്പനി പർച്ചേസ്ഡ് എ മെഷീനറി ഫോർ ₹42,000 ഓൺ 1/1/2010. ജോണി ആൻഡ് കമ്പനി എന്ന് പറയുന്ന സ്ഥാപനം ഒരു മെഷീനറി വാങ്ങുകയാണ് 42,000 രൂപയ്ക്ക് 1/1/2010. ഇത് എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 10 വർഷമാണ്. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2,000 രൂപയാണ്. 1/7/2012 ഇത് മെഷീനറി സോൾഡ് ₹38,000. 1/7/2012 മെഷീനറി 38,000 രൂപയ്ക്ക് വിറ്റു. ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ്. കാൽക്കുലേറ്റ് ആനുവൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ്റെ ആനുവൽ എമൗണ്ട് കണ്ടെത്തുക. പ്രിപ്പയർ മെഷീനറി അക്കൗണ്ട് ഫ്രം 2010 to 2012. 2010 മുതൽ 2012 വരെയുള്ള മെഷീനറി അക്കൗണ്ടോട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം മാർച്ച് 2016 6 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജോണി ആൻഡ് കമ്പനി ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു 42,000 രൂപയ്ക്ക്. ഡേറ്റ് 1/1/2010 മെഷീനറിയുടെ ലൈഫ് എന്ന് പറയുന്നത് 10 വർഷമാണ്. അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ 2,000 രൂപയാണ്. 1/7/2012 അദ്ദേഹം മെഷീനറി വിറ്റു 38,000 രൂപയ്ക്ക്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ. ആനുവൽ ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ വർക്കിംഗ് ലൈഫ്. കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ വർക്കിംഗ് ലൈഫ്. കോസ്റ്റ് ഓഫ് അസറ്റ് 42,000 രൂപ, സ്ക്രാപ്പ് വാല്യൂ മൈനസ് 2,000 രൂപ, വർക്കിംഗ് ലൈഫ് 10. അങ്ങനെ ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടി 4,000 രൂപ. ഡിപ്രീസിയേഷൻ 4,000 രൂപ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായി. ഇനി നമുക്ക് രണ്ടാമത് മെഷീനറി അക്കൗണ്ട് വരയ്ക്കാം. പ്രിപ്പയർ മെഷീനറി അക്കൗണ്ട്. ഹെഡിങ് മെഷീനറി അക്കൗണ്ട്. അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് 1/1/2010 നമ്മൾ മെഷീനറി മേടിക്കുന്നത്. ടു ക്യാഷ് 42,000 രൂപ. ആ വർഷത്തിൻ്റെ അവസാനം ഡിസംബറിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു 31/12/2010 ബൈ ഡിപ്രീസിയേഷൻ 10%. ഈ ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെയുള്ള ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട അവിടെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. 4,000 രൂപ എന്നാണ് ഡിപ്രീസിയേഷൻ. നമ്മൾ ആനുവൽ ഡിപ്രീസിയേഷൻ കണ്ടെത്തിയത്. ആ ആനുവൽ ഡിപ്രീസിയേഷൻ എടുത്ത് അങ്ങോട്ടിട്ടാൽ മതിയാവും. ഈ ആനുവൽ ഡിപ്രീസിയേഷൻ എടുത്ത് അങ്ങോട്ടിട്ടാൽ പ്രത്യേകിച്ച് അവിടെ കാണേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ബൈ ഡിപ്രീസിയേഷൻ 4,000 രൂപ. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ എമൗണ്ട് ഇവിടെ എഴുതുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ 38,000 എന്ന് നമുക്ക് ലഭിച്ചു. ആ 38,000 ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തു. 1/1/2011 ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 38,000 38,000 രൂപ. ആ വർഷത്തിൻ്റെ അവസാനം അക്കൗണ്ട് വീണ്ടും ബാലൻസ് ചെയ്യുകയാണ്. 31/12/2011 31/12/2011 ഡിപ്രീസിയേഷൻ വീണ്ടും ഫിക്സഡ് ഇൻസ്റ്റാൾമെൻ്റ് ആയതുകൊണ്ട് 4,000 തന്നെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ ബാലൻസിങ് ഫീ കിട്ടുന്നു 34,000 രൂപ. 34,000 എന്ന് പറയുന്ന അക്കൗണ്ട് ബ്രോട്ട് ഡൗൺ ചെയ്യുന്നു. 1/7/2012 34,000 രൂപയാണ്. അപ്പോൾ ഇനി നമ്മൾ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 1/7 മുതൽ 1/7 വരെ ഡിപ്രീസിയേഷൻ ആണ്. 1/7 1/1 മുതൽ 1/7 വരെയുള്ള ഡിപ്രീസിയേഷനാണ്. 1/1 മുതൽ 1/7 വരെയുള്ള ഡിപ്രീസിയേഷൻ ഇവിടെ 1/1/2012 ആണ് വരേണ്ടത്. ഇങ്ങോട്ട് ബ്രോട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ പിറ്റേ ദിവസം 1/1/2012 ആണ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ ഈ ഡേറ്റ് മുതൽ 1/1/2012 മുതൽ 1/7/2012 വരെ 6 മാസമുണ്ട്. അതുകൊണ്ട് 6 മാസത്തെ ഡിപ്രീസിയേഷൻ മൊത്തം ഡിപ്രീസിയേഷന് പകുതി എടുത്താൽ മതിയാകും. 4,000ൻ്റെ പകുതി 2,000 ആയി ബൈ ഡിപ്രീസിയേഷൻ. ഇനിയും അസറ്റ് വിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അതിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണ്. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി. പർച്ചേസ് പ്രൈസ് 42,000. ഫസ്റ്റ് ഇയർ ഡിപ്രീസിയേഷൻ 4,000. അപ്പോൾ 38,000 കിട്ടി. സെക്കൻഡ് ഇയർ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു 4,000. അപ്പോൾ 34,000 34,000 രൂപ കിട്ടി. വീണ്ടും തേർഡിലെ ഹാഫ് ഇയർ ഡിപ്രീസിയേഷൻ 1/1/2012 മുതൽ 1/7/2012 വരെയുള്ള ഡിപ്രീസിയേഷൻ 2,000 രൂപ. അത് കുറയ്ക്കുമ്പോൾ 32,000 എന്ന് കിട്ടുന്നു. എന്നിട്ട് സെല്ലിംഗ് പ്രൈസ് 32,000. ഇപ്പം ലാഭനഷ്ടമില്ലാതെ വിൽക്കണമെങ്കിൽ 32,000 രൂപയ്ക്ക് വിറ്റാൽ മതിയാവും. നമ്മൾ വിറ്റത് 38,000 രൂപയ്ക്കാണ്. അതുകൊണ്ട് നമുക്ക് ലാഭമാണ് 6,000 രൂപ.
അതുകൊണ്ട് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി, ലാഭത്തിലാണ് മെഷീനറി വിറ്റ്, ലാഭമായതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ 1,7,2000 ടു പി ആൻഡ് എൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ഓൺ സെയിൽ 6,000 രൂപ കാണിക്കുന്നു, മെഷീനറി വിറ്റ ക്യാഷ് 38,000, അക്കൗണ്ട് ബാലൻസ് ആയി പോവും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്കിനി ഒരു ചാപ്റ്റർ കൂടെ മാത്രമാണ് ഇതിനകത്ത് ഇനിയും വീഡിയോ ഉൾക്കൊള്ളിക്കാനുള്ളത്. ആ ചാപ്റ്ററിൻ്റെ വീഡിയോ എത്രയും വേഗം ആഡ് ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് കാണുക, നന്നായി പഠിക്കുക, ഇനിയുള്ള ദിവസം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, സിസ്റ്റമാറ്റിക്കായിട്ട് വീഡിയോ കണ്ട് നോട്ട്സുകൾ തയ്യാറാക്കി പഠിക്കുക, പ്രോബ്ലങ്ങൾ ചെയ്ത് പഠിക്കുക. ഉയർന്ന മാർക്കോടെ അക്കൗണ്ടൻസിക്ക് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ഒപ്പം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.